എടാ കൊണക്കണ്ട സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഇതാക്കിയിട്ട് ബാക്കി നിങ്ങൾ സംസാരിച്ചോ കേട്ടാ. തീർന്നതിന് ശേഷം ഹലോ പറഞ്ഞോട്ടോ ചന്ദ്ര. പറഞ്ഞ വല്ല അവഴ പറയണ്ട ബ്രോ വൈകുന്നേരം ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. വൈകുന്നേരം ടൈമില് നിങ്ങളുടെ 4 പേര് മീറ്റിംഗ് ഏരിയയിൽ വരകളെ. അല്ലല്ല നിങ്ങളുടെ അടുത്തല്ലേ CP പുറത്ത് അതിന്റെ പുറത്ത് വെക്കണം. അവിടെ അല്ലടാ അതിന്റെ പുറത്തോട്ട് ഇരിക്കണോന്ന് അഡ്മിൻ എന്ന് പറഞ്ഞു. കേക്കാവോ? ബ്രോ വൈകുന്നേരം ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മള് റോസ് എന്ന് പറയുന്ന നിങ്ങളുടെ ഗ്യാങ് മെമ്പറിനെ വണ്ടി കയറാൻ വിളിച്ച് പുള്ളി കയറി വന്ന് കയറി. നമ്മൾ കണ്ണേം ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല. വന്ന് കയറി നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പാട്ടൊക്കെ പാടാൻ പറഞ്ഞ് പുള്ളി പാട്ടൊന്നും പാടില്ല. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഡൗൺ ആയി കിടക്കുമായിരുന്നു ഒരു ലൊക്കേഷനില്. ഇവര് വന്നിട്ട് EMS പൊക്കം വന്നപ്പോ പറഞ്ഞ് പൊക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ EMS വിളിച്ചിട്ട് പറഞ്ഞ് പൊക്കാൻ പറഞ്ഞിട്ട് എന്നെ TH അടിച്ചു, ഹോസ്റ്റേജ് ആക്കി. അതുവരെ ഞാൻ വിചാരിച്ചു ഫണ്ണായിട്ടാണെന്നാണ്. പിന്നെ എനിക്ക് ഇവരെ സംസാരം കേട്ടപ്പോ എനിക്ക് തോന്നി കൊണയാണെന്ന് മനസ്സിലായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ എന്റെ ഗണ്ണെടുത്ത് ആ കുട്ടിയുടെ ഒരു സാധനം എടുത്തില്ല, ആകെ എന്തോ റേഡിയോ എന്തോ എടുത്ത്. എന്നിട്ട് എയർ എടുത്ത് പിന്നെ ലാസ്റ്റ് ആയപ്പോ തിരിച്ചെന്ന് നമ്മള് തിരിച്ചു വന്നെടുത്ത് ഫയർ ചെയ്തായിരുന്നു. അത് ചോദിക്കാൻ വന്നപ്പം അമ്പത്തൂരിന്റെ അടുത്ത് എന്തോ കൊണച്ച് അങ്ങനെ സംസാരമായി കൊന്നു. ഇതായിരുന്നു പിന്നെ 20-25 ഗണ്ണങ്ങ് പോയി. അതെ. പിന്നെ മുതുക്കി വെച്ച് ഒരാള് പറയുന്നുണ്ടായിരുന്നു. അത് പിന്നെ അത് നമ്മള് ഒന്നുമില്ല അത് വേറെ ഒന്നുമില്ല. വാറടിച്ച് തീർക്കാം. തീർക്കാം. ഒരു മിനിറ്റ് ഞാൻ ട്രിഗറിനെ ഒന്ന് വിളിച്ചോട്ടെ. ആരുടെ ഫോണാ? എന്റെ ഫോണാ. ഇതെന്താ സംഭവം? ട്രിഗർ അല്ലല്ല അവന് ഒരു കാര്യം പറയാനാണ്. എക്സ്ചേഞ്ച് എന്താണ് ബ്രോ? ട്രേഡ് മാർക്ക് എക്സ്ചേഞ്ച് അല്ല ബ്രോ, ഒരു കാര്യം പറയാനാണ് ബ്രോ. കാര്യം പറയട്ടെ ബ്രോ, ഞാൻ നിങ്ങളെ മറ്റേ മാറി ഇന്ന് ചീത്ത വിളിച്ചെന്ന് പറഞ്ഞില്ലേ ബ്രോ? അത് ഞാൻ നിങ്ങളെ അല്ല വിളിച്ചത്. ഞാൻ ഒരു കേസ് പറയാം ബ്രോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇന്ന് ബാൻ കിട്ടാനുള്ളതാ. ഞാൻ ഇന്ന് POV കാണിച്ചു കൊടുത്തു. ഞാൻ നിങ്ങളെ വിളിച്ചിട്ടില്ല ബ്രോ. പിന്നെ ഞാൻ ഇനി വേറൊരു കേസ് പറയാം ബ്രോ. ഈ പുള്ളിക്കാരൻ എന്റെ അടുത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് പണ്ടത്തെ ഗ്യാങ് കൂട്ടേ ഉള്ളതാണ്. ഞാൻ ജെൻജിയിൽ ഉണ്ടായിരുന്ന ടൈമിലുള്ള പ്രശ്നമാണ് ഈ പുള്ളിക്കാരൻ. ഞാൻ പറയട്ടെ ബ്രോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇല്ല നീ എന്റെ അടുത്ത് ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാലേ ആ സിറ്റുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സിറ്റുവേഷനെ പറ്റി സംസാരിച്ചിട്ട് അത് ഡ്രാഗ് ചെയ്തുകൊണ്ടൊന്നും ഈഗോയും ഞാൻ പറഞ്ഞു. ഞാൻ G30ന്റെ പേര് പറഞ്ഞോ? പഴയ ഗ്യാങ്ങിന്റെ പേര് പറഞ്ഞോ? ഞാൻ പറയട്ടെ, നീ പണ്ടത്തെ ഇത് ഞാൻ ഇത് പിന്നെ സംസാരിച്ചാ പോലെ. ഇത് ഇപ്പൊ സംസാരിച്ച് കഴിഞ്ഞാൽ വഷളാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ബ്രോ അങ്ങനെ ഒരു കാര്യം ചെയ്യും ബ്രോ. ഈ വാറോ ഇനി ആ സിറ്റുവേഷൻ എൻഡ് ചെയ്യാം. മീൻസ് വെറുതെ ഇനി ലൂപ്പ് അടിക്കാൻ വയ്യാത്തോണ്ട് ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കും. ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. നിങ്ങള് ലൂപ്പ് അടിക്കും, നിന്നെ അടിക്കും. വാറ് കളിക്കാമാ ടൈമും കൂടെ പറ. എടാ എത്ര സമയമാണ് നിങ്ങക്ക്? 20 മിനിറ്റ്സ് അല്ലേ? ഓക്കെ. ചുണ്ടിപ്പടയുടെ രാജാവ്, വിദ്യുൽക്കൊടിയുടെ രാജാവ്, ഇടുകറ്റെ കിട്ടിയ രാജാവ്. ഇത് മറ്റേ ബിഗ് ബോസിലെ വൈൽഡ് കാർഡ് ഇന്റർവ്യൂ അല്ലായിരുന്നു വന്നത്. ഹലോ അല്ല ബ്രോ, ഇത് ഇതൊക്കെ എന്ത് കൺവിൻസ് ആവട്ടെ. ആവശ്യമില്ലാതെ നമുക്ക് പറയാറിയാം ബ്രോ. വെറുതെ എന്തിനാണ് ഗ്യാങ്ങിന്റെ പേര് വെച്ച് പറയണത്? സത്യം പറഞ്ഞാൽ പൊളിഞ്ഞു പറഞ്ഞുണ്ട് ബ്രോ. നമ്മളെ ഒരു ലിമിറ്റ് ഉണ്ട് ബ്രോ കേട്ടോണ്ടിരിക്കണേന്. കൊറേ ആയി ബ്രോ ഞാൻ കേക്കണ്. കൊറേ ആവശ്യമില്ലാതെ ഗ്യാങ്ങിനെ പറയുന്നവൻ
ആവശ്യമില്ലാതെ ഞാൻ ബ്രോയോട് നേരത്തെ റേഡിയോ സമയത്ത് പറഞ്ഞതാണ്. അവൻ ആ കാര്യം പറഞ്ഞത് വാങ്ങിയാണ്. ഞാനിവിടെ വന്നിട്ട് ടിവിനെ പറ്റി ഒന്നും പറയുന്നില്ല. ടിവിനെ പറ്റിയിട്ട് നിങ്ങൾ ലീഡറിനെ പറ്റി ആരെ പറ്റിയൊന്നും പറയുന്നില്ല. എനിക്ക് അവിടെ ആരെങ്കിലും ആയിട്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരായിട്ട് ഞാൻ തീർക്കും. ഗ്യാങ്ങിന്റെ പേര് പഠിച്ചിടേണ്ട ആവശ്യമില്ല. ഞാൻ അവനോട് പറഞ്ഞിട്ട് മനസ്സിലാവാത്തോണ്ടാണ് ഞാൻ ബ്രോനോട് പറഞ്ഞത്. ഞാൻ ലീഡറിനോട് സംസാരിക്കാന്ന് വിചാരിച്ചു. പിന്നെ ലീഡർ വരാത്തോണ്ടാണ് ബ്രോനോട് ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ ട്രിഗർ അവരായിട്ട് എന്ത് വിഷയം എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ അവരായിട്ടുള്ള വിഷയം ഓക്കെ, അത് അവൻ ഇഷ്ടപ്പെട്ടില്ല, ശരി. അവര് തമ്മിലുള്ള വിഷയം ഓക്കെ. ഗ്യാങ്ങിനെ ട്രാക്ക് ചെയ്യണ എന്തിനാണ്? ഗ്യാങ്ങിന്റെ പേര് വെച്ച് അവൻ പറയണ എന്തിനാണ്? ഞാൻ നിങ്ങളെ ഗ്യാങ്ങിന് ആരായിട്ടെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരെ അല്ലേ പറയേണ്ട ആവശ്യം? ഗ്യാങ്ങിനെ ട്രാക്ക് ചെയ്ത് ഞാൻ പറയുന്ന, ഞാൻ ടിവിനെ പറ്റി ടിവിയിലെ വേറെ പേര് പറയുന്ന, എന്റെ ഗ്യാങ്ങിന്റെ പേര് വെച്ച് അവൻ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഒരു ലിമിറ്റ് വരെ ഉണ്ട് എനിക്ക് കേട്ടോണ്ടിരിക്കാൻ. അല്ല ബ്രോ, ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ കൂടെ ട്രിഗറും നമ്മുടെ ഗ്യാങ്ങിനൊക്കെ ഒന്ന് അവിടെ ഇരുന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പൊന്നു ബ്രോ, ടിവിനെ പറ്റി അവൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ലേ? ഓ ഓടാ ഓടാ ഓടാ. ആ ഓടാ, ശരി ശരി. എടാ എന്തായാലും ഇത് കണ്ട സംസാരിക്കാം. ഇത് കണ്ട എടാ ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. എടാ എനിക്ക് അറിഞ്ഞുകൂടാ ഈ സിറ്റുവേഷൻ ഒന്നും. ഞാൻ ഇവിടുത്തെ എന്ത് റിപ്ലൈ പറയൂടാ കണ്ണാപ്പി? എനിക്ക് അറിഞ്ഞുകൂടാ ശരിക്കും. കണ്ണാപ്പി ഞാൻ റേഡിയോ സൗണ്ട് കൊടുട്ടെ. എടാ നിങ്ങൾ പറയണ അല്ല, ഞാൻ കാര്യം പറയട്ടെ, നിങ്ങൾ പറയണ പാവം കളിക്കാൻ കൺവേർട്ട് ചെയ്യണം. പക്ഷെ എനിക്ക് സിറ്റുവേഷൻ അല്ല ഞാൻ കാര്യം പറയട്ടെ. അതല്ല എടാ ഇതൊന്നും എനിക്ക് എടാ ചന്ദ്രൻ ഇത് അറിഞ്ഞൂടാ, എനിക്ക് മനസ്സിലായി. ചന്ദ്രൻ എന്റെ മറ്റേ ഡയലോഗ് എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ണാപ്പി എനിക്ക് പാവം തോന്നണ്ടാ. എന്റെ മനസ്സ് പെട്ടെന്ന് അലിഞ്ഞൂടാ ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ. അവന്മാര് ലീഡർ ആക്കിയത് അവിടുത്തെ. ഇതാരിത്? ചന്ദ്രന്റെ മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ, അത് പറ. ഇറങ്ങടാ നീ ഇറങ്ങടാ. എന്നെ എറിഞ്ഞടാ വണ്ടിയോട്. അതേ ഒപ്പോ ലൈറ്റൊക്കെ മോളി വീണ്. കത്തി ഇവിടെ നീക കണ്ണ് വെച്ച് കണ്ണ് വേയടാ. കണ്ണ് ചെറിയ എന്നെ ആരില് വലിച്ചിടറ ഇനി ഇവിടെന്ന്. ഇല്ലല്ലേ ഇവിടെന്ന് പരിപാടി. വണ്ടിയില് ഞാനും മന്ദാരം ഉണ്ട്. വേറെ ഏതിലുണ്ട്? 4 പേരുണ്ടെങ്കിൽ എന്റെ വണ്ടിക്ക് അറിയിക്കോ. എന്റെ വണ്ടിയില് 4 പേരുണ്ട്. വണ്ടി കയറി. എന്താ ഇത്? SRK ഉണ്ടോടാ? 4 പേര്. SRK ഉണ്ടോ? ആരൊക്കെ 4 പേര്? ബാല ഫസ്റ്റ് വണ്ടിയാ. അതെ അതെ. നിന്റെ കൂടെ വില്ലുവോ? ഒരു വണ്ടി, ഒരു മിനിറ്റ് ഒരു വണ്ടി, ചന്ദ്രൻ ഒരു വണ്ടി, മാഡി ഒരു വണ്ടി, സ്നൈപ്പ് ഒരു വണ്ടി. 6ാമത്തെ വണ്ടി ആരാ എടുക്കുന്നത്? ലൊക്കേഷൻ ഉണ്ട്. ലൊക്കേഷൻ ഉണ്ടല്ലോ അണ്ണാ. ലൊക്കേഷൻ എടാ ഞാൻ കാര്യം പെട്ടെ അപ്പ ലൊക്കേഷൻ പെട്ടെന്ന് ഇട്ടില്ലെങ്കിലേ ഇവരാരെങ്കിലും ഇപ്പൊ ലൊക്കേഷൻ ഇടും. ദേ SRRയും ഇതാ. 1 മിനിറ്റ് സമയം എടുക്കും. എന്താ കാര്യം? എന്താ 6 മിനിറ്റ് ആരൊക്കെയാ? 6 വണ്ടി ആരൊക്കെയത്? ഒരു വണ്ടി അപ്പൊ സമയം തന്നെ എനിക്ക് മനസ്സിലായില്ല. ഓ അങ്ങനെ. ഓക്കെ വണ്ടി ഓടിക്കുന്നതിന് പറ, പെട്ടെന്ന് പറ. ചന്ദ്ര ഒരു പിക്ക് 500 എന്നാ. മൂടോ
ഉറപ്പാണോ? അങ്ങനെയാണെങ്കിൽ 10 വിക്കറ്റ് എടുക്കും. ആരോ ചലഞ്ച് പറഞ്ഞേ, മൂഡ് ഓൺ ബ്രോ ചലഞ്ച് പറഞ്ഞേ. ഒരു പിക്കിന് 500 രൂപ എന്നൊക്കെ. ഒരു പിക്കിന് കിട്ടിയാൽ മതിയായിരുന്നു. 2 പിക്കിന് 1000, 3 പിക്ക് എടുത്ത 1500 രൂപ, 4 പിക്ക് എടുത്ത 2000. ഓക്കെ, എന്റെ വണ്ടി. പിന്നെ കോച്ചിനെ എന്നാ ടീമിന്റെ വണ്ടിയിലോട്ട് പറഞ്ഞോട്. സാൻഡ് ഇട്ടിട്ടുണ്ടേ. ഞാൻ ഫ്രണ്ടിൽ നിന്ന് പോണേ. ഒരുമിച്ച് ഇപ്പടെ ഗ്യാങ്സ് എവിടെയെന്ന് അറിയത്തില്ല, അതാണ്. എടാ CP വണ്ടിയില്ലേ ഇതേ നിക്കണേ? എവിടെ പോയി? അറിയത്തില്ല. വാറൻ ഇല്ലാത്തവരായിരിക്കണം. അടിക്കണം ഇവിടെ. നമ്മള് സാൻഡി തന്നെ ഇട്ടെ. ചെലപ്പോ എടാ കുത്തുമ്പോ ഉണ്ടല്ലോ, പറയുമ്പോ ഇറങ്ങിയാ മതിയേ. ചെലപ്പോ വണ്ടി ഇതാ മറ്റേ മറിഞ്ഞു പോകുമ്പോഴേ ഇറങ്ങല്ലേ ചാടി. എന്നാ കളഞ്ഞിട്ട് ഞാൻ പോവും. കൊറേ വിറ്റിട്ടുണ്ട് അങ്ങനെ. എനിക്ക് ഫ്രണ്ട് മാത്രമേ നോക്കാൻ പറ്റത്തുള്ളേ, ബാക്കി നമ്മളെ എനിക്കറിയത്തില്ലേ. ജയിലിന്റെ പുറകോട്ടോ? നിങ്ങൾ രണ്ടുപേരല്ലോടാ, ബാക്കിയുള്ള വണ്ടികളെന്ത്? വണ്ടി എന്ത്? ട്രിപ്പിൾ ബിൽഡിംഗ് വന്നേ പെട്ട. റബിൾ ബിൽഡിങ്ങിലോട്ട് വന്നേ. റബിൾ ബിൽഡിംഗ് കയറണ്ട, ആ റോഡിലോട്ട് വന്നേ. മാർക്കറ്റ് കളിക്കുന്നത് നേരോ അവര് സെയിം സ്ഥലം ഉണ്ടായിരിക്കും. ക്ലിയറാ? എവിടെ? ജീവര് അങ്ങോട്ട് പോണേ. ക്ലിയറാ? അവരൊക്കെ ഞങ്ങൾക്ക് പാലേറ്റ് വല്ല സൈഡായിരിക്കും. ലൊക്കേഷൻ ചോദിക്കുവാണേ. കമ്മിറ്റി അമര എവിടെന്നാ വന്നേ? നീ നേരത്തെ പലേറ്റ് സൈഡ് തിരുപ്പട്ടി തപ്പി. അവന്റെ പേരെന്താ? ഞാനെവിടെ ഞങ്ങളിവിടെ ഓറഞ്ച് ബോളിന്റെ ഇവിടെ ഇറങ്ങിക്കണേ. മഞ്ഞ ബോള് ടയർ അടിച്ച് പൊട്ടിച്ചാലേ. എടാ ഒരു ചെറിയ റണ്ടർ അടിക്കണേ. എനിക്കാണ് ക്ലോസ് വന്നിട്ടുണ്ടോ ഡൗട്ട്. ആണോ?
കണ്ടോ പലയിടം ഉണ്ടോ? അവിടെ ഞാൻ പോയിടം വരെ ഇല്ല. ചെലപ്പോ അവന്മാര് മറ്റ് ഈ വടിയില്ലേ മോട്ടൽ ബിൽഡിംഗ് ഇല്ലേ അവിടെ മറ്റേ പാലല്ലേ ചെലപ്പോ ചാൻസ് ഫ്രണ്ടിലാരാ? യൂട്യൂബിലെ ഫ്രണ്ട് യൂട്യൂബിൽ നോക്കിക്കോണേ നിങ്ങൾ. എനിക്ക് ഈ വാക്സിൻ ഓൾറെഡി ഇവിടെ മാറില്ല. പിന്നെ CM എങ്ങനെ ഇവിടെ ഗ്യാങ്ങും സാൻഡിയാ പറഞ്ഞേക്കണേ. TVS മറ്റേ SRR CM ഇവിടെ തന്നെ പറഞ്ഞേക്കണേ. ഓൾറെഡി നമ്മളല്ലല്ലോ ഇടണ്ടേ, അഡ്മിൻസ് അല്ലേ. ഹെൽപ്പ് ഇടാ അങ്ങനെയാണ്. മൂന്ന് ഗ്യാങ്ങാ കത്തിപ്പോവേ. പിങ്ങൊക്കെ ഇടുന്നുണ്ട്. ഇവന്മാരെവിടെ? 50 പേര് അവിടെയായി സാൻഡിയില്. TVS എടുത്തിട്ട് പോണ്ട, അവിടെ പോയ ക്രാഷ് ആവാൻ ചാൻസ് കൂടുതലാ. അവരുടെ വണ്ടി എന്തോ തീരുണ്ട്. ഇതറിയാം നമ്മളല്ലേ ഇവിടെ ഇവരൊക്കെ എവിടെ? റൂട്ടുകളൊന്നും നോക്കിട്ട് തന്നെ അവിടെ വല്ലതും ഉണ്ടോ? എനിക്ക് ആളില്ലെന്ന് തോന്നില്ലേ. ഇപ്പൊ ഇതൊക്കെ വരാൻ കയറുമായിരിക്കും അമ്മര് പോട്ടെ, എല്ലാം കയറുമായിരിക്കും. നല്ല ഇത്ര സമയം എടുക്കത്തില്ല. ഇവിടെ വണ്ടി ഉണ്ടേ. യൂട്യൂബിലെ ഫ്രണ്ട് വെയിറ്റ് ചെയ്തില്ല. അല്ല അല്ലേ? അയ്യോ TVS ഓക്കെ, ഇത് ബാക്ക് ടു പൊസിഷൻ. ഏത് ഗ്യാങ് ഇത്? പറയട്ടെ പാപ്പ, ഞാൻ പറയട്ടെ. ഇപ്പോഴും ഉണ്ടോ ആള്? ചന്ദ്ര കൂടെ ഉണ്ടോ? ഞാൻ വെറുതെ വിളിച്ചു അവര് പോകാൻ. അതെ, അവിടെ ലൊക്കേഷൻ തന്നെ ഇല്ലേ? അവിടെ തന്നെ കളിച്ചു. ചിലപ്പോ അവിടെ തന്നെ വരും. വണ്ടി എന്ത് കത്താനാണ്? TVS ആണല്ലോ ശല്യങ്ങള്. എന്തിന് വണ്ടിയുടെ അവരെ മിസ്സയില്ല. ഗ്യാങ് ഹൗസ് പലറ്റല്ലേ? പലറ്റ പോയച്ചും വരാം. അടിക്കാൻ വരില്ല. മലയെ കയറുന്നവരെ ടൈപ്പ് കാണിക്കണം. മലയെ കയറുന്നവരെ കാണിക്കേ. ആ സമയത്ത് ബാക്കപ്പ് കൊടുത്തോ മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കൊടുത്തോ. ടയർ പൊട്ടിക്ക്. ടയർ ബാക്കിലുള്ളവരുടെ ടയർ പൊട്ടിക്ക്. ബാക്കിലുള്ളവർ നോക്കി. അത്രേ ഉള്ളൂ. കൊടു. വലിയ വണ്ടിയുടെ ടയറൊക്കെ അടിച്ചു പൊട്ടിച്ചാ. ബാല വണ്ടി എടുക്ക. ഞാൻ വണ്ടിനെ പിടിക്കാം. പിടി വാ. അഗ്രഷൻ കാണിക്കാം. ബാക്കിലൊരു വണ്ടി അവനെ പിടിക്കാം. ഈ സ്ട്രൈക്കാ നിൽക്കണ്ടാ ഇവിടെ. ഈ ടയർ പൊട്ടി. ഈ വണ്ടിയുടെ പൊട്ടി. കോൺസെൻട്രേറ്റ് ചെയ്യടാ. ഒരു വണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യടാ. വണ്ടി എന്റെ പിങ് കണ്ടാ? ഈ വണ്ടിയുടെ അതിനടി ഞാൻ വെക്കത്. അവന്മാരെല്ലാം പേടിച്ച് പൊക്കൊണ്ടിരിക്കുക. ഇവിടെ എടാ ഞാൻ ഇവിടെ കുത്തട്ടാ. ഇവിടെ അമ്മമാരെ ഫ്രണ്ടിൽ അഡ്വാൻസ് ആയിട്ട് കുത്തട്ടാ. നിങ്ങൾ ഇറങ്ങി അടിച്ചാൽ മതിയാ, ഞാൻ ഇറങ്ങത്തില്ലേ. ഇറങ്ങി വരുന്നുണ്ടോ? ടയർ പൊട്ടിനെ ഓടിച്ചിട്ട് കുറച്ച് ഫ്രണ്ടിൽ പോയി അപ്പുറത്തെ മലയിൽ പോയി ഇറങ്ങി. ഇവനെ വിടരുത്. അത്രേ ഉള്ളൂ. മലയിൽ നടക്കണ്ട. കറങ്ങി പോവാ അപ്പുറത്തെ മലയോ. നമ്മുടെ വണ്ടി ഇവിടെയുള്ളവനടിയുള്ളൂ. റിപ്പയർ ചെയ്തിട്ട് മല മൊത്തം കുത്തിയല്ലേ. വേണം ഇല്ലടാ, റിപ്പയർ ചെയ്ത് റീസെറ്റ് ചെയ്ത് കളിച്ചായി. വാ വണ്ടി. അയ്യോ, വാട്ടർ തൽക്കാലം ഉണ്ടോ? കുഴപ്പമില്ല, ഇപ്പൊ അടിക്കണ്ട. തിരിച്ചു കയറുക. നമ്മൾ ഈ മലയിലുണ്ട്. മാറാൻ റെഡി ആയിക്കോട്ടെ. ഞാൻ ഇവിടെ ആയിട്ട് കളിക്കണം.
എനിക്ക് ലൈഫ് അങ്ങ് അറിയുന്നത് വേണമെങ്കിൽ ഇറങ്ങിന്നോ എടാ ഇറങ്ങുന്നു ജസ്റ്റ് ഇറങ്ങിന്നോ. ഇങ്ങോട്ടെല്ലാം വരുവാണെങ്കിൽ അടിച്ചാൽ മതിയേ. അങ്ങോട്ട് അടിച്ചൊരു കാര്യമില്ല, കൊള്ളത്തില്ല എന്തായാലും. ഇല്ല അമ്മക്ക് ടയർ ശരിയാക്കണം. അമ്മ എന്തേലും എവിടെയും എന്തേലൊക്കെ ചെയ്യും. ഇവിടെ നിന്ന് ഇറങ്ങുവാണ് എന്നൊക്കെ വളയുടെ അപ്പുറത്തും ഇപ്പുറത്തും വളഞ്ഞോളാം അമ്മരെ. ഞാൻ റോഡിന്റെ അവിടെ നിൽക്കുന്നുണ്ട്. എങ്ങനെ കിട്ടുവാണെങ്കിൽ കയറിക്കോ. 3 പേരെ ഇറങ്ങിയപ്പോളൂ കേട്ടാ. നമുക്കവിടെ ഫൈറ്റ് എടുത്താലോ? അമ്മര് ഇറങ്ങിയിരിക്കുന്ന കുറച്ചൊരു ബ്രിഡ്ജ് നോക്കിട്ട് അവന്മാരെ വണ്ടി ടയർ പൊട്ടിക്കുക. അത് ഇല്ലടാ. ഞാൻ മറ്റേ റിച്ച് കൊണ്ട് കുത്തട്ടി ബാക്കിത്താ എല്ലാടെ ഈ വണ്ടി എടുത്തോട്ടെ ഇപ്പൊ കുത്തുന്നുണ്ട്. ഒന്ന് റിപ്പയർ ചെയ്തിട്ട് വരട്ടെ. താഴത്ത് കവർ ചെയ്യാൻ ഒരുത്തനുണ്ടാ. നിങ്ങൾ കുത്തല്ലേ ഒന്ന് റിപ്പയർ ചെയ്ത് ഒന്ന് ശ്രദ്ധിച്ച്. ഇവിടെ ആളുണ്ട്. ഓക്കെ, ഇവിടെ ഒരാളുണ്ട്. ബാക്കിയുള്ള 3 വണ്ടി ഇവിടെ, 4ാമത്തെ വണ്ടി ഇവിടെ. ഓക്കെ, മതി അല്ല ഒരു മൊമെന്റ് കിട്ടാണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാവടാ. ഇപ്പൊ കൊണ്ട് കുത്തി കഴിഞ്ഞാൽ അമ്മ സ്റ്റാൻഡിങ് ആയിട്ട് ഇരിക്കും അവിടെ. പോകുമ്പോ തന്നെ നമുക്ക് ഡിങ്ക് കിട്ടും. ഇവിടെ കുത്ത്. ആ റിഞ്ച് എടുക്കുക. ടാർഗറ്റ് ചെയ്യും. ഞാനത് വെയിറ്റ് മാർക്ക് ചെയ്യല്ല. കഴിഞ്ഞ വട്ടം പറ്റിയതാണ് അറിയാലോ. വെറുതെ മാർക്ക് ചെയ്യുന്നത് ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാ. അവന്മാരിറങ്ങി. അവിടുന്ന് മാറി അവന്മാരിറങ്ങി. അപ്പൊ അവിടുന്ന് അഗ്രഷൻ കാണിക്കണ പോലെ കാണിച്ചാൽ മറ്റേ മേളിലോട്ട് കയറും. മനസ്സിലായ? അപ്പൊ നമുക്ക് ഈ ഇവിടെ ഇരിക്കണ വണ്ടിക്ക് നൈസായിട്ട് അവിടെ കയറാം. ഇവിടെ കുറച്ച് അഗ്രഷൻ കാണിക്കട്ടെ. ഇവിടെ എന്റെ മാർക്ക് ചെയ്യാം. ഇവിടെ കുറച്ച് അഗ്രഷൻ കാണിക്കട്ടെ. അഗ്രഷൻ കാണിക്കാം. ഒരു സെക്കൻഡ്, ഞാൻ പറയുന്ന കോള് ശ്രദ്ധിച്ചു കേട്ടോ. ഇൻഫോ ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടോ. ഓക്കെ, ഇവിടെ 2 വണ്ടി, ബാക്കി 3 വണ്ടി ഇവിടെ. അവിടെ ഒറ്റ വണ്ടിയാണുള്ളത്, ആ ഡബിൾ പിങ്. ഓക്കെ, ഇപ്പൊ അവിടെ 2 വണ്ടി വന്നിട്ടുണ്ട്. ആ റിഡ്ജ് നിങ്ങൾക്ക് അടി കിട്ടാത്ത രീതിയിൽ ആ പിങ്ങിന്റെ അപ്പുറത്ത് കുത്തിയിട്ട് വേണം അഗ്രഷൻ കാണിക്കാൻ. അവന്മാർ അവിടുന്ന് മൂവ് ചെയ്യിപ്പിക്കുക. റെഡി? ഇവിടെ അഗ്രഷൻ കാണിക്കാം. അവിടെ നിങ്ങൾക്ക് റിഡ്ജ് കവറുള്ള രീതി വേണം കളി. അവന്മാരോട് ഇത് ഫയർ ചെയ്യും. അവിടുന്ന് ഫയർ ചെയ്യും. ഓടി ചുമ്മാ ബാല കാണാൻ തിരിച്ചറിയാം. റൈറ്റിൽ അവിടെ വണ്ടി കുത്തിക്കുക. എന്റെ പിങ്ങിലൊരു വണ്ടി കുത്തിക്കുക. ഇവരെ ഇവിടെല്ലാം ഇവിടെ ഇതിന്റെ പുറകാട്ടാ കിടക്കുന്നത്. പതുക്കെ കളി സ്ലോ. ചത്ത് ഈ വണ്ടിയുടെ പുറകെ 2 പേര് കൂടെ. ആ വണ്ടിയുടെ പുറകെ അടിക്കല്ലേ. അവന്മാരുടെ സ്വന്തം വണ്ടിയല്ലേ പിക്ക് ചെയ്ത് നമ്മളല്ല എന്നെ ഇടിച്ച് അങ്ങോട്ട് കയറ്റി കൊടുത്തതാ. ഓക്കെ ഇവിടെ കുണക്കണ്ട. അവിടെ നിർത്തേ ഒരുത്തിവിടുന്ന് കുണക്കണ്. ഒന്നും പറയല്ലേ. അങ്ങനൊരു ബോഡി ഞാൻ വിളിച്ചു. ഒരുത്തിനവിടെ നിന്നിട്ട് ഒറ്റടി എന്നെ. എടാ അവൻ മണ്ടനടാ. അവൻ എന്നെ കൊല്ലാനുള്ള മനസ്സ് ചന്ദ്ര, ഹലോ. എന്താ വാട്ടർ അങ്ങനെ തീരടാ. പറ. എനിക്ക് പുറത്തുനിന്നിട്ടൊരു ഇൻഫോ ആണ് കേട്ടോ. ചായണ്ണ ബെല്ലാരി കേറി. ഇവിടെയാ? എപ്പ കേറി? ഇന്ന് പറഞ്ഞില്ലല്ല. എന്നെ ഇന്ന് അനൗൺസ് ചെയ്യാൻ വിളിച്ചു. എനിക്ക് അറിയില്ലായിരുന്നു ആരാന്ന്. ആണോ? പിന്നെ ഞാൻ മാറാണ്ടെങ്കിൽ വന്നു. ഓക്കെ ഞാൻ ഇതേണ്ട നമുക്ക് നോക്കാം. ഇവിടെ ആരും ഇല്ല ചോദിക്കാൻ.
എടാ ഡ്രോണൊന്നും ഉണ്ടോ അവിടെ? എടാ ഇത് കൊറേ ടൈം എടുക്കൂടെ മയിൽ ഒരു ഹോൾഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും. എടാ അവന്മാരില്ലേ, അവന്മാര് ഭയങ്കര ഹാപ്പി ആയി കേട്ടാ. ബാക്ക് സ്റ്റാബ് ഒക്കെ ഉണ്ടല്ലോ നമുക്കെന്നൊക്കെ പറഞ്ഞു കേട്ടാ. അപ്പൊ തന്നെ ഇവര് ഓർമ്മിച്ച് എടാ ഇവിടെ പൊക്കി കേട്ടോ. ഹലോ രണ്ടുപേരും പൊക്കി കേരളത്തിലായിരിക്കും തിരിച്ചു. അവനല്ലേ കണ്ണെടുത്തോടുന്ന ഇവൻ പൊക്കിട്ട് അവൻ ഹീലടിച്ചല്ലോ. അവൻ പൊങ്ങിട്ട് ഞാനാണ് അവനെ അടിച്ചു വന്നത്. ഇപ്പൊ EMS ഇവിടെ ഒന്ന് പൊക്കിയത് രണ്ടെണ്ണത്തിന്. നിങ്ങൾക്ക് ആംഗിൾ ഉണ്ടല്ലോ അല്ലേ? ഞങ്ങൾക്ക് വാക്സിൻ ഉണ്ട് നല്ല രീതിയിൽ. ബട്ട് സ്റ്റിൽ നിങ്ങളെ തള്ളു പോര്. നീലനാണ് ആ ഞാൻ അവിടെ ബാക്കി കുത്തി. ആ അതുകൊണ്ടല്ലേ അത് മതി. അതെന്തായാലും മാറ്റും, അതെങ്ങനെയായാലും മാറ്റും. അത് മണ്ടന്മാരാ. രായനൊക്കെ വല്ലാരി കയറി. അവന്റെ പേര് വല്യമാനെ നിന്റെ ആളാ. കൺഗ്രാറ്റ്സ് എന്തിനാ ഗൈസ് പറയണേ? അവൻ ഉണ്ടാക്കിയ ഗ്യാങ് അല്ലേ അത്? അവൻ്റെ അടുത്ത് എന്തിനാ അവൻ കയറിയില്ല എന്തിനാ കൺഗ്രാറ്റ്സ് പറയണേ? പൊക്കിയില്ലടാ അതീ കൂടുതൽ ഒരുത്തനെ രണ്ടുപേരെ പൊക്കി പൊക്കിയില്ലേ? അതാരൊക്കെയാണ് എങ്ങനെ അറിയാൻ? ഇത് എന്തൊരു വൺ വേ റിച്ച് ആടാ. ഞാൻ ചുമ്മാ ഇതിപ്പം ആ വീഡിയോ ഇപ്പം നീലിന്റെ വണ്ടിയിൽ CP-കാരുടെ വണ്ടിയാണ് വന്നിരിക്കുന്നത്. അവന്മാരെന്നെ ഇടിച്ചിട്ട് തെറിപ്പിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. അവനപ്പം പക്ഷെ കണ്ണെടുക്കാതെ വീഴുന്നുണ്ട്. ഓക്കെ ഇപ്പൊ അവന് തിരിച്ചു കയറ്റിക്കോട്ടെ ചോദിക്കുന്നു. എന്താ പറയണ്ടേ? കേറ്റം പറയാനാ? ലൂപ്പ് അടിക്കാൻ വയ്യ. കേറ്റണം എന്തായാലും ലൂപ്പ് അടിക്കാൻ വയ്യായിരുന്നു. രണ്ടുപേരെ കേട്ടിട്ടുണ്ട്. ആ റിവൈവ് ചെയ്തൊന്നും കാര്യമില്ലല്ലോ. അവര് കളിക്കുന്നില്ല. അതൊന്ന് പറഞ്ഞടാ. അല്ലല്ല അത് ഹോൾഡ് ഇട്ടതിന് ശേഷം മരിച്ചവരാണ്. EMS ഒന്ന് പൊക്കിയത് നമ്മളെ തെറ്റല്ലല്ലോ. എടാ ഹോൾഡ് ഇട്ടതിന് ശേഷം ഒന്ന് എന്തൊക്കെ പറയുന്നതായിട്ട് മയിൽ. എനിക്ക് ലൂപ്പ് അടിക്കാൻ വയ്യ. ഈ ഹോൾഡ് അവന്മാരോട് സംസാരിക്കണ്ടാ. വലിയ മോണ്ട പിക്ക് എക്സ്ട്രാ അത്രേ ഉള്ളൂ. ഹലോ എന്തായാലും ഇതെന്താ ഇതിപ്പോ എല്ലാം തുടങ്ങുവോ? സ്പീക്കർ ഗെറ്റ് റാഷി ഇത് ഇന്നലെ നടക്കോ? നിന്നെ ചിലപ്പോ തള്ളും കേട്ടാ. നീ വണ്ടി എടുത്ത് വന്നേ. എനിക്ക് അല്ല നമുക്കങ്ങ് ഇപ്പഴേ വണ്ടി എടുത്ത് മാറിക്കൂടെ? പൊസിഷൻ എന്തായാലും ചേഞ്ച് ആക്കൂ. സീനൊന്നുമില്ല. നമുക്ക് ഈ പൊസിഷൻ കിട്ടിയമാര് ചത്ത്. ഇതിന്റെ ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്യോ? എടാ ഇപ്പൊ 5 മിനിറ്റ് റീസ്റ്റാർട്ട് ആവും. അവരിപ്പോ അഡ്മിൻസ് പറയും. നമ്മൾ 2 സൈഡിലോട്ട് പോകാൻ പറയും. എന്നിട്ട് സ്റ്റാർട്ട് ആവും. ഓക്കെ എടാ കേറി ഇവിടെ ഈ വണ്ടി ഇതന്നെ ബാല എവിടാ?
അല്ല ചോദിച്ചപ്പോ തന്നില്ലല്ലോ നമ്മളെ സൗണ്ട് കേട്ടപ്പോ തന്നെ ഇറങ്ങിപ്പോയി. 2 പ്രാവശ്യം ഞാൻ കൊണ്ട് കൊന്നായിരുന്നു. 2 പ്രാവശ്യം ഞാൻ കൊണ്ടുപോയി കൊന്നായിരുന്നു. അത് മോശമായി പോയി. കുഴപ്പമില്ല. നമ്മളെ സൗണ്ട് കേട്ടപ്പോ തന്നെ അണ്ണ അറിയുമ്പോ കളഞ്ഞ എന്റെ ചന്ദ്രത്തെ പെട്രോൾ അടിക്കട്ടെ ഇറങ്ങണ. ഡ്രൈവ് സീറ്റ് ഇരിക്കല്ലേ. എന്തരി പാല സ്നേഹം കൂടിയാനക്ക് കൊറേ ഉണ്ടല്ലോ. 2 കൂടുതലാ. Yes, we are always ready. ഞാൻ കൊണ്ട് നേരെ അണ്ണായി കുത്തട്ടാ. അടിക്കോ? വായി കൊണ്ട് കുത്തട്ടാ എന്ന് പറഞ്ഞാ കൊണ്ട് ക്ലോസിൽ കുത്തട്ടാ. അതിന് വീഡിയോ അറിയാൻ പറ്റില്ല. ഇതിനാണ് വീഡിയോ അല്ല, ക്ലോസിൽ കൊണ്ട് കുത്തും. അപ്പൊ ക്ലോസിലോട്ട് ഓടിക്കാൻ റെഡി. എടാ നമ്മളെല്ലാം റെഡിയാണടാ. ഒന്ന് റെഡി ഞെക്കിയ എല്ലാരും. എല്ലാരും ഒന്ന് പ്രസ് ചെയ്തോണ്ടിരുന്നേ. കോച്ച് റെഡി. കോച്ച് ഓക്കെ അപ്പൊ എല്ലാരും ഉണ്ട്. എടാ ഇട്ടോ റെഡി ഇട്ടോ. നമ്മൾ റെഡി ഇട്ടോ. എല്ലാരും തിരിച്ചു പാപ്പാ. രണ്ടുപേരും അവര് ഹോൾ ഇടുന്നത് നമ്മൾ കൊല്ലുന്നതൊക്കെ അറ്റ് എ ടൈം സെയിം ടൈമാണ്. അവർക്ക് കയറാൻ പറ്റത്തില്ല. പിന്നെ മറ്റേത് അവരുടെ വണ്ടിയിലല്ലേ നീലിന്റെ വണ്ടി ഇരിക്കുന്നത്. ഇപ്പം നമ്മുടെ വണ്ടിയാണ് പോയി നീലിന്റെ വണ്ടി ഇടിച്ചിട്ട് നീലിന്റെ വണ്ടി മേടിക്കുന്നതാണെങ്കിൽ അവന് തിരിച്ചു കയറായിരുന്നു. അവരുടെ വണ്ടി ആയതുകൊണ്ട് പറ്റത്തില്ല, അതും പറ്റത്തില്ല. 1/2 മണിക്കൂർ മുമ്പാനായിട്ട് പോയി കേട്ടാ. വെറുതെ വേസ്റ്റായി. എല്ലാം ഒരു അത്ര നേരം പെൻഡിങ് ആയിരുന്നു. ഞാനിപ്പോ കാൽക്കുലേറ്റ് കഴിച്ച് ഉറങ്ങേണ്ട സമയമായി. എന്തിനു പറയണ പാപ്പ ലൈവ് നടത്തി. എത്ര പിക്ക് എടുത്തടാ? എല്ലാവരുടെ പിക്കിന്റെ കൗണ്ട് എന്ന് പറഞ്ഞടാ. എനിക്കൊന്ന് 5 പേരല്ലേ? 4 ഇപ്പൊ പറഞ്ഞ 4 ജുഗുറു ഒന്ന്. അപ്പൊ 6 പിക്ക്. പൊക്കു 1, വാസുമോൻ 1, വില്ലു 1, ജുഗുറു 1, ഡീമൻ 1, പിന്നെ ആരാ? അവരൊന്നും കേറത്തില്ല. അതെങ്ങനെയാണ് അവര് കേറുന്നത്? അങ്ങനെ എടാ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറഞ്ഞില്ല. പ്രീവാർ EMS ബുക്കിൽ തിരിച്ച് എൻട്രി ഇല്ല, റീ എൻട്രി ഇല്ല കേട്ടോ. EMS ബുക്കിൽ നേരെ തിരിച്ച് ക്യാമറ പോകണം. ഇവിടെ KTM ഒക്കെ അക്സെപ്റ്റഡ് സാൻഡി ഇട്ട് നമ്മള് പിന്നെ ഇവിടെ എന്താ ചന്ദ്ര ഇതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ അല്ലേ അവര് വേറെ സ്ഥലം 2 സ്ഥലം തൊട്ട് ഇടാ. ഇനി പെട്ടെന്ന് തീർക്കണേ. നേരെ പോവാ, കുത്തുക, അടിക്കുക. പക്ഷെ അങ്ങനെ കുത്തി അടിക്കുമ്പോ അവന്മാര് വീഡിയോ ഒക്കെ ചെയ്യാതിരിക്കും അറിയാതൊക്കെ.
ഇനി എനിക്ക് വന്നു ഇനി ഞങ്ങൾക്കൊരു വാശിയായത്. സീക്രട്ട് എവിടെയാണ് എവിടെയാണ് സീക്രട്ട് എവിടെയാണ് മല തിരിച്ചു പിടിച്ച് മല പിടിച്ചത് ഇവിടെ ഇറങ്ങട്ടെ. വണ്ടി വീടിക്ക് ഇറക്കുന്ന എടാ റീഫ്രസ്കിന് ആർക്കും ഒരു ഹെഡ് കിട്ടിയതാണ്. ബാല കേറ് ബാല കേറ് ബാല മന്ദാരം ഓടി ചെന്ന് അവിടെ ആരോ ഊമ്പാനാ മന്ദാരം കയറി പോണത് വണ്ടിയുടെ അടുത്തുനിന്ന്. അത്രയും ദൂരം പോലല്ലേ ഇങ്ങോട്ട് വേണം മയിലേ. അങ്ങോട്ട് എടുത്തില്ല. അവിടെ കുത്താൻ പറ്റൂല. എങ്ങനെ കുത്തുന്നു എനിക്ക് മനസ്സിലായില്ല. നമുക്ക് ഇറങ്ങി അടിച്ചാലോ? അവിടെ പോയ കുത്ത ഈ സമയം ഞങ്ങളിറങ്ങി വടി വടി ഒറ്റിക്കണം വടി എന്നെ ആരാണ് മയില് സ്വന്തം ടീം അടിക്കുന്ന ബാക്കിന്ന്? അത് അടിയൊക്കെ കൊള്ളും. അടിയേക്കോളൂ ചുമ്മാടാ മയിലേ ഇല്ലോനെ കുണ്ണനിയാരി അല്ല സ്വന്തം ടീം വെച്ചെന്റെ ആർമർ ഫുള്ള് നമുക്കൊന്നും അടി കൊള്ളുന്നില്ലേ? കളിക്കണത്തില്ലേ വലിയ ഹലോ ഹലോ ബാല അപ്പുറത്ത് വലിയ സംഭവം നടക്കും പറഞ്ഞാ 10 വരെ കൊന്നാടേ ഇതിന്റെ ഇടയ്ക്ക്. മന്ദാരത്തിന്റെ വൺ മാൻ ചേർന്നത് ബെസ്റ്റ് സാധനം കേട്ടാ. മന്ദാരം ഇവരുണ്ടോ? നീ ആരാ മന്ദാര വണ്ടിയുടെ അടുത്ത് ഓടേ? അല്ലെ മന്ദാരം എന്റെ POV ഉണ്ട്. നീ ആര് 10 വരെ കൊന്നാ? മന്ദാരം ചത്തില്ലായിരുന്നെങ്കിൽ ഫ്ലോർലെസ് ആയിരുന്നു കേട്ടാ. സൂപ്പർ ചാറ്റ്. ആരോക്കെ ചത്ത അപ്പാ ഉള്ള ഉയിര് കൊണ്ടോട്. അയ്യോ നമ്മളിങ്ങനെ വാറ് കളിച്ചിട്ടേ ഇല്ല. ഇവരുടെ വണ്ടിയില്ലേ ഇവിടെ റിപ്പയർ ചെയ്യാൻ പറ്റുമോ? ട്രക്കില് റിപ്പയർ ചെയ്യാൻ പറ്റുമോ? ആ വണ്ടി കയറ്റി അവനെ പുറകിൽ വേണ്ടി പോയതാ. ലാസ്റ്റുള്ളവൻ സത്യം കൊടുത്തു അവൻ പിണഞ്ഞു കിടന്നവിടെ ഇടിയെത്താ. വാസോണ്ട ഞാനൊരു കാര്യം പറയട്ടാ. വാസോണ്ട യവന്മാർക്ക് ഈ വാറ് കഴിഞ്ഞിട്ട് സംസാരിക്കണം എന്തോ പറഞ്ഞായിരുന്നു. എന്തൊക്കെ വിഷയങ്ങൾ കുറെ ദിവസം കൊണ്ട് ലൂപ്പായിട്ട് യവന്മാർക്ക് നമ്മളായിട്ടൊരു വിഷയം ഉണ്ടാക്കാൻ താല്പര്യമില്ലെന്നും അങ്ങനെ എന്തൊക്കെ പറയുന്നേട്ട്. എനിക്ക് അറിയത്തില്ല സംസാരിക്കണം എന്നൊക്കെ പറയുന്നേട്ട്. അല്ല വാസന സംസാരിക്കട്ടെ. വാസന സംസാരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ കുറെ നേരോട് ഞാൻ പറഞ്ഞില്ലേ ഒരു പരിപാടിയിൽ അതുകൊണ്ട് ഞാൻ തല്ലുവല്ല വരാം. എനിക്ക് ഇറങ്ങണം. ആ ഓക്കെ നാളെ ഞങ്ങൾക്ക്